ഹായോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള ISI ടെസ്റ്റ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്തമാറ്റിക്സ്, ഡാറ്റാ സയൻസ്, എക്കണോമിക്സ്, സ്റ്റാറ്റിറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഇന്ത്യയിൽ വരുന്നത് കൊൽക്കത്ത, ബാംഗ്ലൂരു, ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിലാണ്. ISIയിൽ പ്രധാനമായിട്ട് ഓഫർ ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹോണേഴ്സ് BStat ഹോണേഴ്സ്, ബാച്ചുലർ ഓഫ് മാത്തമാറ്റിക്സ് ഹോണേഴ്സ് BMath ഹോണേഴ്സ്, ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് ഷോർട്ട് ഫോമിൽ BSDS. അപ്പോൾ നമ്മൾ പറഞ്ഞ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് ആയിട്ട് ഇവരുടെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. BStat എന്ന് പറയുന്നത് 3 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമാണ്. അത് ഓഫർ ചെയ്യുന്ന ക്യാമ്പസസ് കൽക്കട്ട മാത്രമാണ്. BMath എന്ന് പറയുന്നത് അതും 3 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. ബാംഗ്ലൂർ ക്യാമ്പസിലാണ് ഓഫർ ചെയ്യുന്നത്. BSDS 4 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമാണ്. ഇത് ഓഫർ ചെയ്യുന്ന ക്യാമ്പസുകൾ കൊൽക്കത്ത, ഡൽഹി, ബംഗളൂരു. അപ്പോൾ എല്ലാ ISI ക്യാമ്പസുകളിലും എല്ലാ സബ്ജക്ട്സിൻ്റെ ബാച്ചുലർ കോഴ്സും ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്യാമ്പസുകൾ മാത്രമേ അത് ഓഫർ ചെയ്യുന്നുള്ളൂ. ISIയിലെ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. BStat ഹോണേഴ്സ് എന്ന് പറയുന്നത് 3 വർഷ പ്രോഗ്രാമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രധാനമായിട്ട് ഇതിൻ്റെ കരിക്കുലത്തിൽ വരുന്ന പേപ്പേഴ്സ് മാത്തമാറ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സ്റ്റാറ്റിറ്റിക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ISI ടെസ്റ്റാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ക്വാളിഫൈ ആവുന്ന വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ISI ടെസ്റ്റ് എഴുതാതെ തന്നെ ഈ പ്രോഗ്രാമിന് എൻറോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അടുത്ത ബാച്ചുലർ കോഴ്സ് BMath. ഇതിനും സിമിലർ ആയിട്ട് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റുഡൻസിന് ISI ടെസ്റ്റ്, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് വഴിയും ഡയറക്റ്റ് സീറ്റ് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ബാച്ചുലർ കോഴ്സ് BSDS ഹോണേഴ്സ്. ഇതിനാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ എൻട്രൻസ് എക്സാം ആയിട്ട് പറയുന്നത് ISI ടെസ്റ്റ് അല്ല, ശ്രദ്ധിക്കണം. പകരം ഏതാണ്? JEE മെയിൻ 2026, 2025 സ്കോറോ അല്ലെങ്കിൽ CUET 2026 അല്ലെങ്കിൽ 2025 സ്കോറോ പരിഗണിച്ചുകൊണ്ടാണ് BSDS പ്രോഗ്രാമിന് ISIയിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. ISIയിൽ ഓഫർ ചെയ്യുന്ന ബാച്ചുലർ പ്രോഗ്രാംസിന് അവർ ചെറിയ രൂപത്തിലൊരു സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെർ മന്ത് ഉള്ള ആ ഒരു സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 5,000 rupees ആണ്. അത് കൊടുക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെ ചോദിക്കുകയാണെങ്കിൽ BStaറ്റും BMathും. പിന്നെ അതേപോലെ പ്രതിവർഷം ഒരു കണ്ടിജൻസി ഗ്രാൻഡ് ആയിട്ടുള്ള 5,000 rupees വേറെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ISI ടെസ്റ്റ് 2026 അപ്ലിക്കേഷൻ ഫീ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന മെയിൽ അപ്ലിക്കൻസിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1,500 രൂപയാണ്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ ഫീ 1000 രൂപയാണ്. SC, ST, OBC, NCL, ജനറൽ EWS, PWD കാൻഡിഡേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1,500 രൂപയാണ്. ISI ടെസ്റ്റ് 2026 സെൻറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും 2 സെൻറ്റേഴ്സാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൊച്ചി, രണ്ടാമത്തത് തിരുവനന്തപുരം. ISI ടെസ്റ്റ് 2026 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? BStat, BMath പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൾറെഡി ഇപ്പോൾ ഫെബ്രുവരി 12 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 13 ഓക്കെ. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഏപ്രിൽ 17 ഈ ISI അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നത് മെയ് 10 ഓക്കെ. എന്നാൽ BSDS പ്രോഗ്രാമിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഇതിന് ISI ടെസ്റ്റ് അല്ല എൻട്രൻസ് എക്സാം. വേറെ JEE മെയിൻ്റെയും CUET UGയുടെയും സ്കോറുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 2 എക്സാംസും കഴിഞ്ഞ് അതിൻ്റെ സ്കോർ വന്നതിന് ശേഷം ആണ് ഈ BSDS പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28 എൻ്റെ ഡേറ്റ് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 28 ISI ടെസ്റ്റിൻ്റെ എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടെസ്റ്റിന് വരുന്നത്. ഒന്നാമത്തത് റെഗുലർ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഇത് പ്രധാനമായിട്ടും സബ്ജക്റ്റ് ബേസിക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പീഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ 30 MCQ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്.
പിന്നെ രണ്ടാമത്തെ മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് ഫുൾ ലെങ്ത് പ്രൂഫും അതേപോലെ കുറച്ചും കൂടി അനലിറ്റിക്കൽ ടൈപ്പ് പ്രോബ്ലം സോൾവിങ്ങുമാണ്. അപ്പോൾ ഈ 2 മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ പ്രധാനമായിട്ടും സിലബസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മാത്തമാറ്റിക്സ് പോർഷൻസ് എന്ന് പറയുന്നത് അൾജീബ്ര, കാൽക്കുലസ്, കോർഡിനേറ്റ് ജോമെട്രി, ട്രിഗ്നോമെട്രി, പ്രോബബിലിറ്റി, മാത്തമാറ്റിക്കൽ റീസണിങ്. സാധാരണ കോളേജുകളിൽ കാണാത്ത അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, സ്പെഷ്യൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ് ISI ക്യാമ്പസുകളിൽ ഓഫർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു BSAT, BMath, BS, DS. അപ്പോൾ എന്തൊക്കെയാണ് ISI ക്യാമ്പസുകളുടെ സവിശേഷത എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് റിസർച്ച് കൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രീസുമായിട്ട് ടൈപ്പ് ഉണ്ട്, എക്സലൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, സ്റ്റൈപ്പൻഡും ഫെലോഷിപ്പുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ISI ക്യാമ്പസുകളിൽ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI റിസർച്ചർ, ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ്, ഫിനാൻഷ്യൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് തുടങ്ങിയ ഞാൻ മേൽ പറഞ്ഞ ജോബ് റോൾസുകളിൽ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വർക്ക് ചെയ്യാം. അപ്ലൈഡ് സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളേക്കാൾ പ്യുവർ മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഗവേഷണത്തോടു കൂടി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് ISI പോലെയുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.